ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കുട്ടി ഔട്ടിംഗ് വ്ളോഗാണ് ഗൈസ് ഇത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് തന്നെ തുടങ്ങാമല്ലോ. ഇത് ഞാൻ ഉച്ചക്കാണ് വ്ളോഗ് എടുക്കുന്നുള്ളത്. എന്താ വെച്ചാൽ ഉച്ചക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിന്, വേറെ ആരുമല്ല, അനുച്ചാൻ്റെ ചാച്ചയാണ്. അപ്പോൾ പെട്ടെന്ന് ആൾ വന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ജ്യൂസ് ആക്കി കൊടുത്ത്, പിന്നെ ഇതാ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ സലാഡ് അങ്ങനെ ഫ്രൈ എല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ അമ്മ പുലാവ് ഓർഡർ ആക്കി. എൻ്റെ ഫേവറേറ്റുള്ള അടുത്ത് തന്നെ കിട്ടുന്ന കിച്ചണിട്ട ഒരു പുലാവാണ് ഗായ്സ്, അതും മട്ടൻ പുലാവ്. എനിക്കിഷ്ടമാണ്. അങ്ങനെ അമ്മ അത് ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് ബിസിയെല്ലാം പറഞ്ഞ് അടിയണേ. അപ്പോൾ എവിടെയെങ്കിൽ പോവാത്തിൽ ഇങ്ങനെ പ്ലാൻ ആക്കുന്നേ. അപ്പോഴാണ് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത്, നമുക്ക് എവിടെയെങ്കിൽ പുറത്ത് പോവാം, ക്രീക്ക് ഹാർബറിൽ അങ്ങോട്ട് എന്തെങ്കിലും. അപ്പോൾ പിന്നെ ചാച്ചാല ഉണ്ടായാലേ അങ്ങനെ അമ്മ എന്താക്കി പുറത്ത് പോവാത്ത് സെറ്റായി. അപ്പോൾ നമ്മൾ വേറെ വേറെ കാറിലാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അനുജാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു നേരെ ക്രീക്ക് ഹാർബറിലേക്ക് വരും. പിന്നെ നമ്മളെ കാറ് ചാച്ചാൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ വെച്ചിട്ട് അവിടുന്ന് ചാച്ചാൻ്റെ കാറിൽ നമ്മൾ ഒന്നിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഗായ്സ് കിഷീസ് അൽനാദ. ഞാൻ മുമ്പത്തെ വ്ളോഗിലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സൺഡേ വ്ളോഗിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടുന്ന് കാറ് വെച്ചിട്ടാണ് പോകുന്നുള്ളത്. നമ്മളെ കാർ അവിടെ വെച്ചിട്ട് ചാച്ചാൻ്റെ കാറിൽ കയറിയിട്ടുണ്ട്. എന്തെന്നറിയില്ല, ഇന്ന് ഭയങ്കര മൂടം പിടിച്ചിട്ടുണ്ട്, മഴ പെയ്യുന്നോ എന്നൊരു ഡൗട്ട്. ആ ടൈമിൽ നല്ലൊരു ചായ കുടിക്കാൻ പൂതി. അങ്ങനെ ഇതാ ചായ കൊണ്ടിരുന്നുണ്ട് അനുജ. അങ്ങനെ ചായയും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം പപ്സ് തന്നെ. എന്ന് വെച്ചാൽ എനിക്ക് പപ്സ് വിട്ടിട്ട് കളിയില്ല, എനിക്ക് ഇഷ്ടമാണ് പപ്സ്. അങ്ങനെ പപ്സും അതുപോലെ ചായയും കുടിച്ചിട്ട് എന്താ ചായ എല്ലാം കുടിച്ച പിന്നെ എന്താ നമ്മൾ നേരെ ക്രീക്ക് ഹാർബറിലേക്ക് പോകുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു കയറാത്ത മുതലും ചെല്ലുന്നത് ഇതാണ്. ഇതിൽ ഞാൻ ഇതുവരെ കയറിയിട്ട്, പക്ഷെ ഒരു നാൾ ഞാൻ കയറും. അങ്ങനെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ക്രീക്ക് ഹാർബറിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അതുപോലെ പോകുമ്പോൾ നമുക്കിവിടെ വീഡിയോ എടുക്കാൻ നല്ല രസമായിട്ട് കിട്ടും ഗൈസ്. എന്ന് വെച്ചാൽ വ്യൂ ആണ് പോകുമ്പോൾ, പക്ഷെ ഒരു മൂടായതുകൊണ്ട് ലൈറ്റ് അത്ര ഇല്ല. അതുപോലെ ഈ ബുർജ് ഖലീഫാവും പല പല ബിൽഡിങ്ങുകളുടെ വ്യൂ ആണ് ഗൈസ് പിന്നെ കാണുന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടാകുമ്പോൾ ക്രീക്ക് ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോ ആണ് ഇത്. ക്രീക്ക് ഹാർബറിൽ പോയിട്ടാകുമ്പോൾ അവിടെ നേരെ പാർക്കിംഗ് ആക്കുന്ന ഒരു പ്ലേസ് തന്നെയുണ്ട്. അപ്പോൾ അവിടേക്ക് തന്നെ ലൊക്കേഷൻ ഇട്ടിട്ട് പോയാൽ നമുക്ക് നേരെ പോയിട്ട് ഫ്രീ ആയിട്ട് പാർക്കിംഗ് ആക്കാം. അങ്ങനെ പാർക്കിംഗ് എല്ലാം ആക്കിയ പിന്നെ ഇതാ കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടായി. കുറച്ച് ലൈറ്റ് പോയെങ്കിൽ പിന്നെ ഫോട്ടോസൊന്നും അങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന പാടനെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ലിഫ്റ്റിൽ കൂടിയിട്ടാണ്. പുറത്തിൽ കൂടിയിട്ട് തന്നെ നേരെ നടക്കാനെല്ലാം ഉണ്ട്. എന്നാലും ഈ ചൂടത്ത് നമുക്ക് ഈ ലിഫ്റ്റിൽ പോയിട്ട് നേരെ AC കൊണ്ട് പോകുന്നതാണ് ഗൈസ് ബെറ്റർ. എന്താ വെച്ചാൽ ഒരു ഫ്ലാറ്റിൻ്റെ അടിയിൽ കൂടിയിട്ട് പോകുന്നതുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലിഫ്റ്റെല്ലാം കയറി അങ്ങനെ ഇതാ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് നമ്മൾ ക്രീക്ക് ഹാർബറിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് വന്നിട്ട് ഇതാ ക്രീക്ക് ഹാർബറിലേക്ക് നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ വ്യൂ കണ്ടു ഗൈസ്. ഫോട്ടോയിൽ എടുക്കാൻ അടിപൊളി പ്ലേസാണിത്. അതുമല്ല ഇവിടെ പല പല കുട്ടികൾക്കാണെങ്കിലും കാണാൻ പറ്റിയ കുറേ കാഴ്ചകളുണ്ട് ഗൈസ്. അതിനുകൊണ്ട് നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇത്. വീക്കെൻഡിലെല്ലാം വരാൻ പറ്റിയത്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുകൊണ്ട് കുറേയൊന്നും നമ്മൾ കറങ്ങാനൊന്നും നിന്നിട്ടാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ ഓർ വരുന്നു പറഞ്ഞിട്ട് അവിടെ നേരെ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മൾ അത് ബോട്ടിൽ നിന്നാണ് ഇവിടുന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിന് കുറച്ചൊന്ന് വെയിറ്റ് ആയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് ഗൈസ് ക്യൂ കണ്ടത്. അങ്ങനെ ഒരു ബോട്ട് പോയി. അങ്ങനെ രണ്ടാമത്തെ ബോട്ടിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളത്. ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വന്നു ഗൈസ് നമ്മളുടെ ബോട്ട്. അങ്ങനെ എല്ലാവരും തിരക്ക് പിടിച്ചിട്ട് പോകുന്ന കാഴ്ചയാണിത്.
അങ്ങനെ ഗായ്സ് നമ്മൾ ഈ ബോട്ടിലാണ് പോകുന്നുള്ളത്. ഇത് ഒരു ഓപ്പൺ ആയിട്ടുണ്ട് ബോട്ട്. എന്ന് വെച്ചാൽ ഓപ്പൺ ഇല്ലാത്തതുകൊണ്ടാണ്. ഓപ്പൺ ആയെങ്കിൽ നല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാനും നല്ലതാണ്. പിന്നെ അതുമല്ല നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ട് ഫസ്റ്റ് ഇതിൽ കയറുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. ഇല്ലെങ്കിൽ കാർഡ് വഴി ആയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടിരുന്നിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ്റെ ബാക്ക് തന്നെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഫുൾ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ്. അപ്പോൾ അവിടെ പോകുന്ന കാഴ്ചകളെല്ലാം കാണാം. 맞죠?
Bye.